വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പാവയ്ക്ക കിച്ചടിയാണ്. പാവയ്ക്ക നമ്മൾ കൈപ്പക്ക എന്നൊക്കെ പറയും. അത് കൈപ്പുള്ള കാരണം കൊണ്ട് ആരും അത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഇന്ന് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാവയ്ക്ക കിച്ചടിയിലേക്കായിട്ട് ഞാൻ 1/2 കിലോ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. നാളികേരം, പച്ച നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. കടുക് താളിക്കുന്നതിനായിട്ട് വേപ്പിലയും മുളകും കടുകും, പിന്നെ അരപ്പിലേക്കായിട്ട് പച്ചമുളകും 1 നുള്ള് ജീരകവും 1 നുള്ള് കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കിച്ചടി ഉണ്ടാക്കാം. തീരെ കയ്പോ ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ കൈപ്പയ്ക്കൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് എങ്ങനെ വേണമെങ്കിലും അരിയാം. ചിലർ വട്ടത്തിൽ അരിയണവരുണ്ട്, അല്ലെങ്കിൽ മുറിച്ച് 4 പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. ഞാൻ ഇതൊരു ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ഞാൻ എടുത്തു വെച്ച പാവയ്ക്ക ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എല്ലാതും അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കനം കുറച്ച് അരിയാം, നീളത്തിലോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ നമുക്ക് അരിയാം. ഞാനിപ്പോൾ എല്ലാതും ഇതേപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ അരിഞ്ഞു വെച്ച പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ കൈപ്പക്കായിലേക്ക് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളിത് ഇളക്കി ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വറുത്ത പോലെയായി വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് ഓഫാക്കേണ്ടത്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് വാട്ടിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മൂടി വെക്കേണ്ട കാര്യമില്ല. ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാതെ. നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇട്ടതിനേക്കാളും നന്നായിട്ടത് ഏകദേശം വറുത്ത പോലെ നന്നായിട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നു. ഇനി നമുക്കത് മൂടി തുറന്ന് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം കൂടി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ പാവയ്ക്ക വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഞാനത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പച്ചമുളക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-6 പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ളതാണ്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ജീരകവും 1 നുള്ളു കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിന് നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വെന്ത് അത് ആ എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് വറുത്ത പോലെയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് പകർത്താം. നമുക്കിനി ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാവയ്ക്കയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഞാനിനി അത് മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം ഉപ്പിൻ്റെയും കൂടി കുറവുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമ്മളതിലേക്ക് ഞാൻ എടുത്തു വെച്ച നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിന് കയ്പ്പ് തീരെ കയ്പ്പുണ്ടാവില്ല. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് തിളച്ച് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് താളിക്കാം. ഞാൻ സെയിം പാനിൽ തന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് താളിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുകും വേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മൾ കയ്പ്പാന്ന് പറഞ്ഞിട്ട് ഇത് കഴിക്കാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.